Hi guys, welcome back. സോ യെസ്, നമ്മൾ മെട്രോയിലാണ് ഇപ്പോൾ. നമ്മൾ പോകുന്നത് മോളുവിൻ്റെ വീട്ടിലേക്കാണ്. മോളു ആരാന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി വിഷു വ്ളോഗ് കാണുക. പിന്നെ അജണ്ട ഫോർ ഗോയിങ് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ്. അത്രയും കിട്ടുമോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറച്ച് ഡെപ്ത് ഉള്ള ഇഡ്ഡലി തട്ടാൻ നോക്കുന്നത്. അതല്ലാതെ വേറെ ഡിമാർട്ട് പോലെ വേറൊരു സ്ഥലമുണ്ട് മെട്രോ. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം they have very good discount. Actually monthly restock ആണ്. ഇപ്പം മന്ത്ലി എന്നല്ല, നമ്മൾ കുറച്ച് ബൾക്കായിട്ട് എപ്പോഴും വാങ്ങുക. സോ അതൊരു 3 monthsനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. once in 3 months നമ്മൾ ഇങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷോപ്പ് ചെയ്താൽ മതി. സോ കമലോ മോളു വ്ളോഗ് കബാബ് नहीं है क्या? കബാബ് है? ठीक. കബാബ് വാങ്ങാൻ പോവാണ് അല്ലേ മോനു? എന്താ ക്ഷീണം? ഞങ്ങളുടെ കഷ്ടകാലം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ഞാൻ വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ ഒന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് രഘോട്ടം വിശന്നണ്ടം കത്തിയിട്ട് എനിക്ക് അണ്ടം കത്തുന്നത്. 2 നേരം വർക്കൗട്ട് ഉണ്ട്. അല്ല, ഞാൻ നല്ല അടിപൊളി കിച്ചടി ഉണ്ടാക്കി വെച്ചപ്പോ ഏട്ടൻ അത് വേണ്ട. കിച്ചടി ഗംഗൂറ കഴിക്കണ്. എന്താ ചേട്ടാ സന്തോഷായില്ലേ? അവന് മനസ്സിലായി എന്നെ കഴികൊണ്ട് കാണിച്ചു കണ്ടോ? പറഞ്ഞു സോ ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കിടക്കുകയായിരിക്കും. എനിക്ക് ഓൾറെഡി ഒരു വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട്. കാരണം മെട്രോ ഭയങ്കര തിരക്കായിരുന്നു, ഇരിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് നേരം കഴിയുമ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചടപ്പ്, എനിക്ക് മോഷൻ സിക്നസ് ഇൻ ജനറൽ ഉള്ളതാണ്. അപ്പോൾ എന്നാൽ ഫുഡ് കഴിക്കുമ്പം ഫുഡ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഉറങ്ങി നാളെ ഷോപ്പിങ്ങിന് മുമ്പ് കൊണ്ടുപോകാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ റെഡിയാണ്. മോർണിംഗ് എണീറ്റിട്ടില്ല. ഈസി യെറ്റ് ടു വേക്ക് അപ്പ്. ഞാൻ ഇപ്പോൾ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഐ ക്വിക്ക്ലി ഗോട്ട് റെഡി. നമ്മൾ പോകുന്നത് ആ പാത്രങ്ങളുടെ സ്ഥലത്തേക്കായിരിക്കും. കാരണം കുറച്ച് എനിക്കൊരു വലിയൊരു ഇഡ്ഡലി തട്ട് വാങ്ങണമെന്നുണ്ട്. ഞങ്ങളുടെ ഇഡ്ഡലി തട്ടിൽ കുഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്നത്. 2 പേർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് പേര് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് നല്ല ഓഫേഴ്സ് ഉണ്ട്. ആൻഡ് അവിടെ ഈ സ്കിൻ കെയർ ഐറ്റംസും കിട്ടും. സെറ്റഫിലിനൊക്കെ തന്നെ ഒരു എൻറ്റയർ സെക്ഷൻ ഉണ്ട് അവിടെ. മന്ത്ലി റീസ്റ്റോക്ക് എന്നാണ് പറയണമെങ്കിലും ഇതൊരു 2 to 3 months നമുക്കിത് ഓടും. സോ യാ, ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്. സോ ഇത് എനിക്ക് ഈ ക്ലിപ്പിൽ എന്തായാലും ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഹൈ സൈഡ് പഞ്ചമുഖി ആയിട്ടുള്ളതാണ് അതിൻ്റെ എൻട്രൻസ്. ബട്ട് ഞാൻ അമ്പലം സ്റ്റാച്ചു ഈ തെങ്ങിൻ്റെ ബാക്കിൽ ഇപ്പം കാണാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തൊരു പീസായിട്ടുള്ളൊരു ഫീലിംഗ് ആണെന്നറിയോ. അകത്ത് മറ്റേ കല്ലുകൊണ്ടുള്ള ഇതേ സ്റ്റാച്ചു പ്രതിമ ഇതേപോലെ തന്നെയാണ്. 5 സൈഡിലും ഗണപതി. അടിപൊളി. ലാസ്റ്റ് ടൈം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റിയത്. കുറേ ആയിട്ട് ഞങ്ങൾ പോണം പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട്. അപ്പം ആ പോയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ദീമയുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല, ബട്ട് ഇറ്റ്സ് അവൈലബിൾ ഇൻ ഗൂഗിൾ. ഞാനിതിൽ ആഡ് ചെയ്യാം. ഓക്കെ. സോ പാത്രഭണ്ഡാര് ഫ്ലോപ്പായി അല്ലേ? ഇവിടെ എന്താന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ലെവൽ സാധനങ്ങളാണ്. ഇഡ്ഡലി തട്ടൊക്കെ വലുത്, പിന്നെ എന്താ തൊണ്ണ ഇഡ്ഡലിയോ എന്തോ ഒരു ബെന്ന ഇഡ്ഡലി, അങ്ങനത്തെ ഒക്കെ വലിയ സാധനങ്ങളാണ്. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ വല്ലപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആൾക്കാരാകുമ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെറുതെന്തെങ്കിലും മതി. കുറച്ചൊരു കുഴിയുള്ള ഒരു സാധനം. നല്ലൊരു ബിൽഡിംഗ് ഇവിടെ സൈഡിൽ. അത് നോക്കുമായിരുന്നു ഞാൻ. എന്താ PVS വെയർഹൗസിങ് കൊള്ളാം. അപ്പോൾ എനിവേസ് ഇനി മെട്രോയിലെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. അവിടെ പോയിട്ട് കിട്ടും. മെട്രോ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എന്തായാലും
പറ്റുമെന്ന് കാണാം. ഓക്കെ ബൈ. ഗൂഗിൾ മാപ്പ് നമ്മളെ ഇവരുടെ ഗോഡൌണിൽ കൂടെ എത്തിച്ച് ഒരു ലോറീനെ മാറ്റിച്ച് കയറ്റി വിടില്ല എന്ന് പറഞ്ഞപ്പോ മോന് പ്ലീസ് ചേട്ടാ ഇല്ലെങ്കിൽ അതെ കന്നഡ പറഞ്ഞ് വീഴ്ത്തി. ഇല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ കറങ്ങി യൂ ടേൺ എടുത്ത് റോങ് സൈഡ് എടുത്ത് കയറി വരണ്ടായിരുന്നു. ഇതാണ് മെട്രോ. ടൗൺ ബസ് റിബൺ മുറുക്ക് ഇതിന്റെ താഴെ ഐസ് ട്രേ ഒക്കെ ചെയ്യാൻ ആൾക്കാർ വരും കേട്ടോ. എങ്ങോട്ടാ ഇങ്ങനെ പായണേന്ന് അറിയില്ല. 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഒരു വലിയ ബില്ല്. ഇത് കഴിഞ്ഞ പ്രാവശ്യം മെട്രോന്ന് വന്ന് വാങ്ങിപ്പോയ സാധനം ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അതിൻ്റെ കുറച്ച് അവശിഷ്ടം ബാക്കിയുണ്ട്. ഞങ്ങളെന്താ വാങ്ങി കാണിച്ചത്? ഒരു കംഫർട്ടർ വാങ്ങി. കുറേ ആയി എനിക്കൊരു കംഫർട്ടർ വാങ്ങണം എന്നുണ്ട്. തണുപ്പൊക്കെ തീരാറായി. എന്നാലും ആസ് യൂഷ്വൽ അച്ചാറുണ്ട്. എൻ്റെ കഫേൻ ഞങ്ങൾ വലിയത് വാങ്ങാറില്ല, കാരണം അത് എപ്പോഴും കാറ്റ് കൊണ്ട് കേടായി അടുക്കിപ്പറക്കി വെക്കൂലോ അല്ലേ. വെക്കേണ്ടതാണ്. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്താണല്ലോ. ഫാബ് വാങ്ങാൻ വന്ന് എന്നെ പറ്റിച്ചതാ. ഇതിന്ന് തീരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മോനെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെല്ലാം കയറ്റി. ഒരു ഫാബ് അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു സാധനം തീർന്നു എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വന്നതാണ് ഞങ്ങൾ. ഇപ്പൊ ഡിക്കി മൊത്തം സാധനങ്ങൾ. ആശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫോർ 3 months. കാരണം റീസ്റ്റോക്ക് ചെയ്താണ്. കാരണം നമുക്ക് ഇനി ഒരു മന്തും കൂടി ഓടാറുണ്ട്. പക്ഷെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് റീസ്റ്റോക്ക് ചെയ്തു മൊത്തത്തിൽ അങ്ങോട്ട്. പിന്നെ സ്നാക്സ് ആണ് കൂടുതൽ. കണ്ടോ മാഗി വേറെന്തൊക്കെയുണ്ട്. ഞാൻ സാധാരണ അങ്ങനെ സ്നാക്സ് വാങ്ങാറില്ല. ഇടയ്ക്ക് കഴിക്കാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ബിസ്ക്കറ്റ് ഒന്നും നമ്മൾ വാങ്ങാറില്ല. പക്ഷെ ഇത്തവണ എന്തോ എനിക്ക് തോന്നി കുറച്ച് വാങ്ങി വെക്കാം. ചിലപ്പോ ഇടയ്ക്ക് കഴിക്കാൻ. എന്റെ ഡയറ്റ് പൊട്ടിക്കും. ഇതാ കണ്ടോ മാഗി. പിന്നെ ഇങ്ങനത്തെ ഓരോ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിയാ ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കും. ഇതാ കണ്ടോ മുറുക്ക്, ഡാർക്ക് ഫാന്റസി. അപ്പോ ഇതുവരെ വീഡിയോ കണ്ടത് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ്. നമ്മൾ അങ്ങനെ ഇന്ന് വന്നു. മെട്രോയിൽ സാധനം കിട്ടും. താങ്ക് യു. അപ്പോൾ ബാക്കി 2 പരിപാടി ഷോക്ക് ആയിരുന്നെങ്കിലും ഇവിടെ കവറപ്പ് ചെയ്തോ നീ. എന്തായാലും അപ്പോൾ എല്ലാവരും ഇതിന് മുന്നുള്ള വീഡിയോ എല്ലാം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ. എനിക്കറിയാം അനലറ്റിക്സിലെല്ലാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.